ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും അമ്മ നല്ല ചൂട് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് 2 പഴവും കൂടെ കഴിച്ചു. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സൺഡേ ഓരോ തിരക്കുകൾ കാരണം വണ്ടിയൊന്നും കഴുകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വണ്ടി കഴുകാമെന്ന് വെച്ചു. ഒത്തിരി നാളായി കഴുകിയിട്ട്. അതുമല്ല മഴയൊക്കെ ആയതുകൊണ്ട് റോഡിൽ ഭയങ്കര ചള്ളയൊക്കെ ഇല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് വെച്ചു. അങ്ങനെ അവനെ കുളിപ്പിച്ച് കയറ്റുമായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും മണിയമ്മയും അമ്മയിരുന്ന് സംസാരിക്കുന്നുണ്ട് നേരം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നല്ല ഇളം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോം തിയേറ്ററിലാണെങ്കിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ട് തൂത്ത് വരാൻ തുടങ്ങി. ജനാലയൊക്കെ തുറന്നിട്ടിട്ടാണ് തൂക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് നിങ്ങളാരും കാണാതെ പോവല്ലേ. പിന്നെ ഒരു സെൽഫ് ലവർ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുടിയൊക്കെ നല്ലപോലെ കെട്ടിയിട്ട് നമ്മുടെ കുളമാണ് കേട്ടോ ഇത്. മഴയൊക്കെ ആയതുകൊണ്ട് മേളത്തെ തോട്ടത്തിൽ നിന്ന് ഭയങ്കര ഇലയൊക്കെ വീണിട്ടാണെങ്കിൽ ഇവിടെ ഫുള്ള് നിറഞ്ഞ് ആ കുളത്തിനകത്ത് മൊത്തം ഇലയായിരുന്നു കേട്ടോ. റബ്ബറിൻ്റെ ഇല. അപ്പം ആ ഇലയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ മീൻകുട്ടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം അവിടെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ആ സൈഡിലെ പായലൊന്നും അങ്ങനെ പോകുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം അവിടെ വൃത്തിയാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് മിക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മിക്കിയെ വിളിക്കുമ്പോഴേ പുള്ളിക്കാരൻ കൂടെ ഇങ്ങ് പോരും. പിന്നെ ഞാൻ അവിടുത്തെ മീൻ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ ക്ലീൻ ആക്കിയപ്പോഴത്തേന് അവരെ ശരിക്കും കാണാമായിരുന്നു. കുറേ നാളായി ഇവിടെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാതെ അങ്ങനെ ശ്രദ്ധിക്കാനാണെങ്കിൽ നേരം പോലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ മീനൊക്കെ വന്ന് എൻ്റെ കയ്യെ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും അല്ല, കുറേ ഉണ്ടായിരുന്നു. ആ കുളം നിറയെ മീനായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്ത്, അതുമല്ല ഇത് കുഞ്ഞു കുളമല്ലേ, ജസ്റ്റ് തട്ടിക്കൂട്ടി അന്നൊരു തട്ടിക്കൂട്ടലായിരുന്നു. ജസ്റ്റ് ഒന്ന് പായലിട്ട് താമരപ്പൂക്കളൊക്കെ അതിനകത്ത് ഉണ്ടായി കേട്ടോ. ചേട്ടനാണെങ്കിൽ താമര വിത്ത് കൊണ്ട് അതിനകത്ത് ഇട്ടതാണ്. കൂടെ അമ്മയുടെ കൂട്ടുകാരിയുടെ മക്കൾ കുറച്ച് മീനെ കൊടുത്തു. അങ്ങനെ അവിടെ ക്ലീനാക്കി അടുത്ത പണിയിലേക്ക് ഞാൻ കടന്നു. മണിയമ്മയാണെങ്കിൽ അവിടെ പുളി കുറേ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മിക്കിയുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് അമ്മ കൊണ്ടൊരു ഓമയ്ക്കയൊക്കെ എടുത്ത് തന്നത്. ഓമയ്ക്കയൊക്കെ പിന്നെ എൻ്റെ കുഞ്ഞിലെ ആണെങ്കിൽ ഇല്ലേ, ഞാനാണെങ്കിൽ ഒരു 7 8 പഠിക്കുന്ന ആ സമയത്താണെങ്കിൽ ഓമയ്ക്ക കണ്ടാൽ ഒട്ടും വിടത്തില്ലായിരുന്നു കേട്ടോ. എത്ര പഴുത്താണേലും പച്ചയാണേലും ഞാൻ പറിച്ച് കഴിക്കുമായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഓമയ്ക്ക കണ്ടാൽ ഞാൻ വിടത്തില്ല. അത് കഴിഞ്ഞപ്പം അമ്മ നല്ല ചൂട് ചോറും ചക്കയും മീനും കൊണ്ടാട്ടം മുളകും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയൊരു പിടി പിടിച്ച് പിന്നെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് വന്നപ്പോഴേക്കും വെളിയിതാ ഇരുന്നൊരാൾ കരയുന്നു. ഫസ്റ്റ് ഞാൻ ഓർത്തു പ്രേതമായിരിക്കുമെന്ന്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മിക്കിയെന്ന് മനസ്സിലായേ. അങ്ങനെ കതകൊക്കെ തുറന്നിട്ട് അവളെ അകത്ത് കയറ്റി. പിന്നെ ഫ്രിഡ്ജിൽ ഒരു തേങ്ങാക്കൊത്തിരുന്നു കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കും. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രവേമയാണെങ്കിൽ സീരിയലൊക്കെ വെച്ചത്. സീരിയലും കണ്ടുകൊണ്ടിരുന്ന് ചായക്കകത്ത് ബിസ്ക്കറ്റൊക്കെ മുക്കി നല്ലപോലെ ഞാൻ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ എനിക്കാണെങ്കിൽ ചോറും നല്ല സാമ്പാറും മീൻ വറുത്തതും കൊണ്ടാട്ടമുളകും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ കാണാം.